ഇതിലേ വന്നവർ എന്ന പരമ്പരയുടെ 11ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മലയാള സിനിമാ വ്യവസായത്തിന് തുടക്കം കുറിച്ച മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജോസഫ് ചെല്ലയ്യ ഡാനിയേലിൻ്റെ കഥ പറയാം. നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലെ 3 or 4 അതല്ലെങ്കിൽ മാക്സിമം 5 തലമുറകളുടെ പേരുകൾ വരെ അറിയാം. എന്നാൽ ഇന്ന് ഇവിടെ 9 തലമുറകളിലെ പ്രമുഖരുടെ പേരുകൾ സഹിതമാണ് ഈ കുടുംബത്തിൻ്റെ കഥ പറയുന്നത്. ഇതിനെന്നെ സഹായിച്ചത് ശ്രീ കുമാർ സോളമനാണ്. ഇദ്ദേഹം JC ഡാനിയലിൻ്റെ സഹോദരൻ ജോസഫ് സോളമൻ ഡാനിയലിൻ്റെ ചെറുമകനും ഈ കുടുംബത്തിലെ നമുക്കറിയാവുന്ന 11ാമത്തെ തലമുറക്കാരനുമാണ്. ഇനി നമുക്ക് ചരിത്രം പറയാം. തിരുനെൽവേലി ജില്ലയിലെ സാത്താൻകുളത്തിനടുത്ത് പരമൻകുറിച്ചി എന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു യാഥാസ്ഥിതിക ഹിന്ദു കുടുംബത്തിലെ അംഗമായിരുന്നു ചുടലമുത്തു നാടാർ. അദ്ദേഹം ഒരു നാട്ടുവൈദ്യനായിരുന്നു. 1725 കാലഘട്ടത്തിൽ അതിഭയങ്കരമായ വരൾച്ച ഉണ്ടായപ്പോൾ ആ ഗ്രാമത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ ചുടലമുത്തു നാടാരും കുടുംബവും രാജാക്കമംഗലത്തിനടുത്തുള്ള നാഥൻകാട് എന്ന സ്ഥലത്തേക്ക് താമസം മാറി. അവിടെ കോതവിള എന്ന ഗ്രാമത്തിലെത്തി. ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് കൈലാസം നാടാർ പുതിയവൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് മുത്തച്ഛൻ്റെ പേര് തന്നെ ഇട്ടു, ചുടലമുത്തു നാടാർ. പക്ഷേ നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പെരിയവൻ എന്നായിരുന്നു. പെരിയവൻ അദ്ദേഹത്തിൻ്റെ മകന് മുത്തച്ഛൻ്റെ പേരിട്ടു കൈലാസം നാടാർ. അദ്ദേഹത്തിനും നാട്ടുകാർ ഒരു പേരിട്ടു ചെറിയവൻ. ചെറിയവനും പാരമ്പര്യം തെറ്റിച്ചില്ല. അദ്ദേഹം തൻ്റെ മകന് ചുടലമുത്തു നാടാർ എന്ന പേര് തന്നെ നൽകി. ഈ കുടുംബത്തിലെ നമുക്കറിയാവുന്ന 3ാമത്തെ ചുടലമുത്തു നാടാർ. ഇദ്ദേഹമാണ് ഈ കുടുംബത്തിൽ നിന്നും ആദ്യമായി ക്രിസ്തുമതം സ്വീകരിച്ചത്. കൈലാസം നാടാർ ചുടലമുത്തു നാടാർ എന്ന തൻ്റെ മകന് പേരുമാറ്റി സെൽവനാഥൻ എന്നാക്കി. സെൽവനാഥൻ നക്കാമൊഴി എന്ന സ്ഥലത്ത് മാവിളാരത്ത് എന്ന വീട് വാങ്ങി. അവിടുത്തുകാരിയായ അന്നയലക്ഷ്മി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇതിനിടെ ഉപദേശിയായി മാറിയ സെൽവനാഥൻ തൻ്റെ ഭാര്യയെ മതം മാറ്റി അവരുടെ പേര് പുണ്യമുത്തു സാറ എന്നാക്കി മാറ്റി. 1847 മാർച്ച് 21 ഈ പേരുമാറ്റം. അതായത് ഇന്നേക്ക് 179 വർഷങ്ങൾക്ക് മുൻപ്. സെൽവനാഥൻ തൻ്റെ 3ാമത്തെ മകന് ജോസഫ് എന്ന് പേരിട്ടു. ഇദ്ദേഹമാണ് ഈ പരമ്പരയിലെ ആദ്യത്തെ ജോസഫ്. ഈ സമയത്താണ് എബനേസർ ലൂയിസ് എന്നൊരു പാതിരി അവിടെ എത്തുന്നത്. അദ്ദേഹം അവിടെ ഒരു പള്ളി സ്ഥാപിച്ചു. ഇത് 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിലാണ്. അദ്ദേഹം നാഥൻകാട് എന്ന സ്ഥലത്തിൻ്റെ പേര് ശാന്തപുരം എന്നാക്കി മാറ്റി എന്ന് പറയപ്പെടുന്നു. ജോസഫിൻ്റെ മൂത്ത മകനാണ് ജോസഫ് ജ്ഞാനാഭരണം ഡാനിയേൽ എന്നറിയപ്പെടുന്ന JN ഡാനിയേൽ. ഇദ്ദേഹമാണ് ഈ പരമ്പരയിലെ ആദ്യത്തെ ഡാനിയേൽ എന്ന പേരുകാരൻ. ഈ JN ഡാനിയേലാണ് കേരളത്തിലെത്തിയ ഈ കുടുംബത്തിലെ ആദ്യത്തെ വ്യക്തിയെന്ന് കുമാർ സോളമൻ അഭിപ്രായപ്പെടുന്നു. JN ഡാനിയേൽ കേരളത്തിലെത്തിയിട്ട് താമസിച്ചത് ചങ്ങനാശ്ശേരിയിലായിരുന്നു. അദ്ദേഹം തിരുവിതാംകൂർ സർക്കാർ സർവീസിൽ ജോലിയിൽ പ്രവേശിച്ചു. ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ട്രെയിനിങ് സ്കൂൾ ഹെഡ് മാസ്റ്ററായി റിട്ടയർ ചെയ്തു. വർഷങ്ങളോളം അദ്ദേഹം അവിടെ താമസിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം അന്തരിച്ചതും ചങ്ങനാശ്ശേരിയിൽ വെച്ചായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ സെയിൻറ്റ് പോൾ CSI പള്ളി സെമിത്തേരിയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. JN ഡാനിയേൽ വിവാഹം കഴിച്ചത് ഭാഗ്യമുത്തമ്മാളിനെയാണ്. ഇദ്ദേഹത്തിന് 9 മക്കളുണ്ടായിരുന്നു. ആദ്യത്തെ മകനാണ് ജ്ഞാനാഭരണം ജോസഫ് ഡാനിയേൽ എന്ന NJ ഡാനിയേൽ. ചങ്ങനാശ്ശേരി സെൻറ്റ് പോൾ CSI പള്ളിയിലെ JN ഡാനിയേലിൻ്റെ കല്ലറയോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ മുത്താഭരണം സാമുവൽ, ജ്ഞാനാഭരണം ഡേവിഡ് ഡാനിയേൽ, ജ്ഞാനാഭരണം സോളമൻ ഡാനിയേൽ എന്നിവരുടെ കല്ലറകളും കാണാം. NJ ഡാനിയേലിൻ്റെ മകൻ ജ്ഞാനാഭരണം പോൾ ഡാനിയേലിൻ്റെ മൂത്ത മകൻ പോൾ ഹാരിസ് ഡാനിയേൽ അസമിലെ ഒരു തേയിലത്തോട്ടത്തിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്തിരുന്നു. അക്കാലത്ത് തോട്ടം തൊഴിലാളികളായ കറുപ്പൻ്റെയും വള്ളിയുടെയും ജീവിതം വിവരിക്കുന്ന ഒരു നോവൽ അദ്ദേഹം എഴുതി, റെഡ് ടീ.
അതാണ് നോവലിൻ്റെ പേര്. 69 ഹിഗ്ഗിൻ ബദാംസ് പബ്ലിഷ് ചെയ്ത ഈ നോവലിൻ്റെ തമിഴ് പരിഭാഷയായ എരിയും പണിക്കാട് എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് 2013 ബാല പളനിസ്വാമി പരദേശി എന്ന ചിത്രം നിർമ്മിച്ചത്. പോൾ ഹാരിസ് ഡാനിയലിൻ്റെ നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രമെന്ന് ടൈറ്റിലിൽ പറയുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ പേരുകളിൽ മാറ്റമുണ്ട്. ജയൻ ഡാനിയലിൻ്റെ മൂത്ത മകൻ ജ്ഞാനാഭരണം ജോസഫ് ഡാനിയൽ ഒരു ഡോക്ടറാകാൻ തീരുമാനിച്ചു. ഇന്നത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി അന്ന് മെഡിക്കൽ സ്കൂൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1880 അവിടെ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന NJ ഡാനിയൽ 84 നവംബറിൽ നെയ്യാറ്റിൻകരയിൽ അപ്പോത്തിക്കരിയായി ജോലിയിൽ പ്രവേശിച്ചുവെന്ന് രേഖകൾ തെളിയിക്കുന്നു. 1901 നവംബർ വരെ അദ്ദേഹം അവിടെ ജോലി ചെയ്തു. അഗസ്തീശ്വരത്തുള്ള സോളമൻ സൂസമ്മാൾ ദമ്പതിമാരുടെ ഏക മകളായ ജ്ഞാനാമ്പാളിനെയാണ് NJ ഡാനിയൽ വിവാഹം കഴിച്ചത്. NJ ഡാനിയൽ നെയ്യാറ്റിൻകരയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അഗസ്തീശ്വരത്ത് അദ്ദേഹം ഒരു കൂറ്റൻ മാളിക പണിതു. പുതുവീട് എന്നായിരുന്നു വീട്ടുപേര്. അഗസ്തീശ്വരത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ മാളിക. കടൽക്കൊള്ളക്കാരുടെ ആക്രമണം സാധാരണമായതിനാൽ അപകട സമയത്ത് താമസിക്കാൻ ഒരു വലിയ നിലവറ ആ വീട്ടിലുണ്ടാക്കി. മുകളിലത്തെ നിലയിലെ അതേ സൗകര്യങ്ങളോട് കൂടിയ നിലവറ. വെളിച്ചവും വായുവും കിട്ടത്തക്ക രീതിയിൽ പണിതതിനാൽ എത്ര ദിവസം വേണമെങ്കിലും ആ നിലവറയിൽ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും താമസിക്കാം. NJ ഡാനിയൽ സൂസമ്മാൾ ദമ്പതിമാർക്ക് 11 മക്കളുണ്ടായിരുന്നു. 2 പേർ ജനനത്തോടെ മരിച്ചു. ഇവരുടെ 7ാമത്തെ മകനാണ് ജോസഫ് ചെല്ലയ്യ ഡാനിയൽ എന്ന JC ഡാനിയൽ. NJ ഡാനിയൽ നെയ്യാറ്റിൻകരയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് JC ഡാനിയലിൻ്റെ ജനനം. 1900 ഫെബ്രുവരി 26 ഇദ്ദേഹം ജനിച്ചത്. ജ്ഞാനാഭരണം ജോസഫ് ഡാനിയൽ 1915 ജൂലൈ 6 ഭാര്യ ജ്ഞാനാമ്പാൾ 1956 ഡിസംബർ 23 അന്തരിച്ചു. ഇതാണ് JC ഡാനിയലിൻ്റെ കുടുംബത്തിലെ 9 തലമുറകളുടെ ചരിത്രം. തെക്കേ ഇന്ത്യയിൽ എവിടെയോ ജനിച്ച ഒരു കുടുംബത്തിൻ്റെ 300 വർഷത്തെ കഥയാണ് ഇതുവരെ പറഞ്ഞത്. JC ഡാനിയലിന് 3-4 വയസ്സുള്ളപ്പോഴാണ് അഗസ്തീശ്വരത്തേക്ക് താമസം മാറിയത്. ഡാനിയൽ മിഡിൽ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചത് നാഗർകോവിലാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ തമിഴാണെങ്കിലും പഠനകാലത്ത് 2ാം ഭാഷയായി തിരഞ്ഞെടുത്തത് മലയാളമാണ്. തിരുവനന്തപുരത്തെ മഹാരാജാസ് ഫ്രീ സ്കൂൾ, അതായത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, അവിടെയാണ് ഡാനിയൽ പഠിച്ചത്. ഈ സമയത്ത് താമസിച്ചിരുന്നത് പാളയം വിൽസ് ഹോസ്റ്റലിലായിരുന്നു. പുസ്തക വായനയിലുള്ള താല്പര്യമാണ് ഡാനിയലിനെ LMS ബുക്ക് സ്റ്റാളിൽ എത്തിക്കുന്നത്. അവിടെ വച്ചാണ് ഡാനിയൽ ജാനറ്റിനെ ആദ്യമായി കാണുന്നത്. LMS ബുക്ക് സ്റ്റാൾ മാനേജരും LMS സ്കൂൾ ഹെഡ് മാസ്റ്ററുമായിരുന്ന J. ജോയൽ സിംഗ് കവിയും ഗായകനും വയലിനിസ്റ്റുമായിരുന്നു. അക്കാലത്തെ പ്രശസ്ത സംഗീതജ്ഞനും മിഷണറിയുമായ മോസസ് വത്സലം ശാസ്ത്രികളുടെ മകൾ ശോഭനം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ജോയൽ സിംഗിന് 4 മക്കൾ: ഹാരിസ് സിംഗ്, ജാനറ്റ് റേച്ചൽ, വിൽസൺ സിംഗ്, റിച്ചാർഡ് സിംഗ്. ഒരു ദിവസം പുസ്തകമെടുക്കാൻ ചെന്ന ഡാനിയലിൻ്റെ മുന്നിൽ അപ്രതീക്ഷിതമായി 13-കാരിയായ ജാനറ്റ് വന്നുപെട്ടു. ആദ്യത്തെ നോട്ടത്തിൽ തുടങ്ങിയ അനുരാഗം 5 വർഷം കൊണ്ടു നടന്നു. At first sight they fell in love, but my mother was only 13 years old and my father was only 18 years old. 1924 their marriage took place at MM Church near our museum. 1924 ജൂൺ 5 അവർ വിവാഹിതരായി. ആ വിവാഹ സമയത്ത് പാടാനുള്ള ഗാനം എഴുതി സംഗീതം നൽകിയത് ജോയൽ സിംഗ് ആണ്. எங்கள் தாத்தாவுடைய கல்யாணத்தன்னைக்கு அந்த சர்ச்சில் பாடின அந்த வெட்டிங் சாங் வந்து எழுதுனது எங்கள் ഗ്രാൻഡ് മദറുടെ അപ്പ മിസ്റ്റർ ജോയൽ സിംഗ് தான் அதை എഴുതിനാറ്. എൻ്റെ സ്നേഹനിധിയായ മകളുടെ വിവാഹഗാനം എന്ന തലക്കെട്ടോടുകൂടി ജോയൽ സിംഗിൻ്റെ കൈപ്പടയിലെ ഈ ഗാനം അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നിന്നാണ് ലഭിച്ചത്. ജോയൽ സിംഗിൻ്റെ ഭാര്യയുടെ പേരായ ശോഭനം എന്ന വാക്കിലാണ് ഈ ഗാനം ആരംഭിക്കുന്നത്. അക്കാലത്ത് ഈ പള്ളിയിൽ പാടിയിരുന്ന ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നത് ജോയൽ സിംഗ് ആയിരുന്നുവെന്ന് രേഖകൾ തെളിയിക്കുന്നു. അന്നത്തെ ട്യൂണിൽ ഞങ്ങൾ ഈ ഗാനം പുനർസൃഷ്ടിച്ചു. പ്രശസ്ത കീബോർഡ് ആർട്ടിസ്റ്റും സംഗീത സംവിധായകനുമായ സെബാസ്റ്റ്യൻ സണ്ണി എന്ന ജോയി ഇതിന് അതേ കാലത്തിലെ സംഗീതം നൽകി.
സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ ഡാനിയലിന് കളരിപ്പയറ്റിനോട് താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ കാരണം കളരിപ്പയറ്റിനോട് സാദൃശ്യമുള്ള ചിലമ്പാട്ടം എന്നൊരു കലാരൂപം അക്കാലത്ത് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. കളരിപ്പയറ്റും ചിലമ്പാട്ടവും തലയ്ക്ക് പിടിച്ച ഡാനിയൽ ഇവ രണ്ടും ഉൾപ്പെടുത്തി ഒരു പുസ്തകം എഴുതാൻ ആദ്യം തീരുമാനിച്ചു. പിന്നീട് എപ്പോഴോ അത് ഡോക്യുമെൻ്ററി നിർമ്മാണത്തിലേക്ക് വഴുതി മാറി. ഡോക്യുമെൻ്ററി നിർമ്മാണം ഏതോ ഒരു നിമിഷത്തിൽ സിനിമാ നിർമ്മാണത്തിലേക്കും. ആ ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഈ സമയത്ത് ഡാനിയലിന് എ സുന്ദരം എന്നൊരു സുഹൃത്തിനെ കിട്ടി. സിലോണിലെ ഒരു സ്റ്റുഡിയോയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി ജോലി ചെയ്തിരുന്ന സുന്ദരത്തിൻ്റെ സിലോൺ ബന്ധം കാരണമാണ് വിഗതകുമാരൻ്റെ കഥയിലെ കുറച്ചു ഭാഗം അവിടെ ചിത്രീകരിച്ചത് എന്ന് തോന്നുന്നു. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രത്തിൻ്റെ 2 ഷെഡ്യൂൾ സിലോണിലായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. 1930 ഒക്ടോബർ 19 ഞായറാഴ്ച പുറത്തിറങ്ങിയ ദ ഹിന്ദു ഇലസ്ട്രേറ്റഡ് വീക്കിലിയിൽ അച്ചടിച്ചു വന്ന വിഗതകുമാരൻ്റെ ലൊക്കേഷൻ ഫോട്ടോ എടുത്തിരിക്കുന്നതും എ സുന്ദരമാണ്. സിനിമാ നിർമ്മാണത്തെക്കുറിച്ച് ആർക്കും ഒന്നും അറിയാത്ത ഒരു കാലം. എ സുന്ദരത്തിനോടൊപ്പം ഡാനിയൽ ബോംബെയിലും മദിരാശിയിലും പല സ്റ്റുഡിയോയിലും കയറി ഇറങ്ങിയതായി പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട്. ഒരു സ്റ്റുഡിയോയിൽ പോയി നോക്കിക്കണ്ട് പഠിക്കാവുന്ന ഒന്നല്ല ചലച്ചിത്ര നിർമ്മാണം. അതുകൊണ്ട് തന്നെ ഡാനിയലിനെ സഹായിക്കാനായി ബോംബെയിൽ നിന്നോ മദിരാശിയിൽ നിന്നോ ആരെങ്കിലും വന്നിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അല്ലാതെ അക്കാലത്ത് ആദ്യമായി ഒരു സിനിമ ഷൂട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുവാനുള്ള ഒരു ലാബ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ എഡിറ്റിംഗ് തിരുവനന്തപുരത്ത് നടത്തിക്കാണും. അതിനു മുമ്പും ശേഷവുമുള്ള ഫിലിം പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ളവ മറ്റെവിടെയെങ്കിലും ചെയ്തിരിക്കാനാണ് സാധ്യത. മാത്രമല്ല ഡാനിയേൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാൽ ക്യാമറ കൈകാര്യം ചെയ്യാൻ മറ്റൊരാൾ ഉണ്ടാവണമല്ലോ. തിരുവനന്തപുരം പട്ടത്തുള്ള അഡ്വക്കേറ്റ് നാഗപ്പൻ നായരുടെ ശാരദാവിലാസം എന്ന വീടാണ് ഡാനിയൽ തൻ്റെ സ്റ്റുഡിയോയും ഓഫീസുമാക്കി മാറ്റിയത്. ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്നായിരുന്നു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സിൻ്റെ ലെറ്റർ ഹെഡിൽ ഈ വീടിൻ്റെ വിലാസമാണ് കൊടുത്തിരിക്കുന്നത്. പിക്ചേഴ്സ് ട്രിവാൻഡ്രം എന്നാണ് ടെലിഗ്രാം അഡ്രസ്. ഡാനിയലിൻ്റെ മൂത്ത മകൻ സുന്ദരം ഡാനിയലായിരുന്നു ബാലതാരം, അതായത് കാണാതാകുന്ന കുട്ടി, വിഗതകുമാരൻ. ജെ.സി. ഡാനിയൽ നായകനായിരുന്നില്ല. സഹനടൻ്റെ വേഷമായിരുന്നു ഡാനിയലിൻ്റേതെങ്കിലും ചിത്രത്തിൻ്റെ അവസാനം കുട്ടിയെ കണ്ടുപിടിക്കുന്നതിൽ ഒരു നല്ല പങ്ക് ആ കഥാപാത്രം വഹിക്കുന്നുണ്ട് എന്ന് ഹാരിസ് ഡാനിയൽ പറയുന്നു. ജോയൽ സിംഗിൻ്റെ മക്കളായ വിൽസൺ സിംഗും റിച്ചാർഡ് സിംഗും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഹോട്ടൽ മാനേജറുടെ വേഷത്തിലായിരുന്നു വിൽസൺ സിംഗ്. നായികയുടെ നിജസ്ഥിതി അറിയില്ല. ഊഹാപോഹങ്ങൾ പലതാണ്. ഇവിടെയുള്ളവർ ആദ്യമൊന്നും അഭിനയിക്കാൻ തയ്യാറായില്ലെന്നും അതിനാൽ ബോംബെയിൽ നിന്നും ഒരു നടിയെ കൊണ്ടുവന്നുവെന്നും അവരുമായി ഒത്തുപോകാൻ സാധിക്കാതെ വന്നപ്പോൾ മടക്കി അയച്ചുവെന്നും പറയപ്പെടുന്നു. പിന്നീടാണ് ഇവിടെയുള്ള ഒരു പെൺകുട്ടിയെ നായികയാക്കിയത് എന്നാണ് സംസാരം. പക്ഷേ നേരത്തെ കാണിച്ച ദ ഹിന്ദു ഇലസ്ട്രേറ്റഡ് വീക്കിലിയിൽ അച്ചടിച്ചു വന്ന വിഗതകുമാരൻ്റെ ലൊക്കേഷൻ ഫോട്ടോയിൽ 4 സ്ത്രീകളെ കാണാം. സംസ്ഥാനത്ത് സിനിമാ വ്യവസായം വികസിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സിലെ ചില അംഗങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ ആണെന്നും പ്രൊപ്പറേറ്റർ മിസ്റ്റർ ജെ.സി. ഡാനിയൽ ഇടത്തെ അറ്റത്ത് ഇരിക്കുന്നു എന്നും പറയുന്നുണ്ട്. വിഗതകുമാരൻ എന്ന ചിത്രത്തിലെ 4 താരങ്ങളെ ഈ ഫോട്ടോയിൽ കാണാം. വിൽസൺ സിംഗ്, റിച്ചാർഡ് സിംഗ്, ജെ.സി. ഡാനിയൽ, സുന്ദർരാജ് ഡാനിയൽ എന്നിവരെ. ബാലനടനായ സുന്ദർരാജ് ഡാനിയലിൻ്റെ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും ചെറുപ്രായത്തിലുള്ള ഫോട്ടോ ഇതാണ്. 1930 ഒക്ടോബർ 23 വിഗതകുമാരൻ തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിൽ ആദ്യമായി പ്രദർശിപ്പിക്കുന്നത്. 6:30-നും 9:30-നും 2 പ്രദർശനങ്ങൾ ഉണ്ടായിരുന്നതായി ക്ഷണക്കത്തിൽ പറയുന്നു. തിരുവിതാംകൂറുകാർ നിർമ്മിച്ച ഈ ചിത്രത്തിന് വലിയ പ്രാധാന്യമാണ് അന്നത്തെ പത്രങ്ങൾ നൽകിയത്. 1930 ഒക്ടോബർ 18 നസ്രാണി ദീപിക പത്രത്തിൽ ഇങ്ങനെ ഒരു ചിത്രം തിരുവനന്തപുരത്ത് പ്രദർശിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നിരുന്നു. ഇവിടുത്തുകാരായ നടീനടന്മാരെ വെച്ച് അഭിനയിപ്പിച്ച വിഗതകുമാരൻ എന്ന കഥ ഹൈക്കോടതി വക്കീലും ലോ കോളേജ് പ്രിൻസിപ്പലുമായ മിസ്റ്റർ E.J. ജോണിൻ്റെ പുത്രൻ മിസ്റ്റർ ജെ സിറിയക്കിൻ്റെ മാനേജ്മെൻറ്റിൽ ഇവിടെ നടത്തിവരുന്ന ക്യാപിറ്റോൾ സിനിമാ തിയേറ്ററിൽ അടുത്തയാഴ്ച മുതൽ പ്രദർശിപ്പിക്കുന്നതാണ് എന്നാണ് വാർത്ത. നിധിയിരിക്കൽ മാണിക്കത്തനാർ പത്രാധിപരായിരുന്ന നസ്രാണി ദീപികയുടെ, അതായത് ഇന്നത്തെ ദീപികയുടെ അന്നത്തെ പേര്,
1930 നവംബർ 25 1-ാം പേജിൽ ശ്രീമാൻ ഗോപിനാഥ് വിഗതകുമാരനെക്കുറിച്ച് എഴുതിയ ലേഖനം 3 കോളം വാർത്തയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തിരുവിതാംകൂറുകാർ ആദ്യമായി ഉണ്ടാക്കിയ ചലനചിത്രം എന്നായിരുന്നു തലക്കെട്ട്. വിഗതകുമാരൻ്റെ പ്രദർശന വാർത്ത 1930 നവംബറിലെ മാതൃഭൂമി പത്രത്തിലും വന്നിരുന്നു. ഇതേ ദിവസം മദ്രാസിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ദ ഹിന്ദു പത്രത്തിലും 9 റീലുള്ള ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സിൻ്റെ ആദ്യ ചിത്രമായ ദ ലോസ്റ്റ് ചൈൽഡ് പ്രദർശിപ്പിച്ചു എന്ന വാർത്ത വന്നിട്ടുണ്ട്. വിഗതകുമാരൻ സാമ്പത്തികമായി പരാജയമായിരുന്നു എന്ന് പലരും പലയിടത്തും പറയുന്നുണ്ട്. പക്ഷേ ഈ ചിത്രം റിലീസായതിനു ശേഷം ഡാനിയൽ ട്രാവൻകൂർ കമ്പനീസ് റെഗുലേഷൻ 1092 1 പ്രകാരം രജിസ്ട്രാർ ഓഫ് സ്റ്റോക്ക് കമ്പനീസ് ട്രാവൻകൂർ മുമ്പാകെ രജിസ്റ്റർ ചെയ്ത ദ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ ഞങ്ങളുടെ ആദ്യ ചിത്രമായ ദ ലോസ്റ്റ് ചൈൽഡ് ഒരു വൻ വിജയമായിരുന്നുവെന്നും ദ സ്വീറ്റ് റിവെഞ്ച് ഓർ ദ റോത്ത് ഓഫ് വെഞ്ചൻസ് എന്ന അടുത്ത ചിത്രം തുടങ്ങുന്നതിന് വേണ്ടുന്ന എല്ലാ ജോലികളും പൂർത്തിയാക്കി എന്നും പറയുന്നു. കമ്പനിയുടെ മൂലധനം 1,00,000 രൂപയാണ്. 1 രൂപയുടെ 1,00,000 ഓഹരികൾ. ഓഹരി തുക അപേക്ഷയോടൊപ്പം അടയ്ക്കേണ്ടതാണ്. കൂടാതെ ഓരോ അപേക്ഷയ്ക്കും പ്രവേശന ഫീസായി 4 അണയും 25 പൈസ അടയ്ക്കണം. ജെ സാം ഡാനിയൽ BABL, JC ഡാനിയൽ എന്നിവരെ 10 വർഷത്തേക്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി തിരഞ്ഞെടുത്തു. കൊല്ലവർഷം 1106 കുംഭമാസം 16-നാണ്, അതായത് 1931 ഫെബ്രുവരി 28-നാണ് ഡാനിയൽ ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത്. മലയാളത്തിലെ ആദ്യത്തെ നിർമ്മാണ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് 95 വർഷം പൂർത്തിയായി. സിലോണിലുണ്ടായിരുന്ന തൻ്റെ സഹോദരൻ ജോസഫ് രാസയ്യ ഡാനിയൽ വഴി അവിടെയും ഷെയർ വിൽക്കാൻ ഡാനിയൽ ശ്രമിച്ചു. അതിൻ്റെ തെളിവാണ് JC ഡാനിയലിൻ്റെ കയ്യൊപ്പോട് കൂടിയ ഈ കത്ത്. പക്ഷേ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയതായി നമുക്ക് അറിവില്ല. തിരുവനന്തപുരം പനച്ചമൂട്ടിനടുത്തുള്ള 100 ഏക്കറോളം വരുന്ന തെങ്ങിൻതോപ്പ് വിഗതകുമാരൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡാനിയൽ വിറ്റിരുന്നു. അതും തികയാതെ വന്നപ്പോൾ പലരിൽ നിന്നും കടം വാങ്ങി. വിഗതകുമാരന് ശേഷം മുടക്കിയ തുക തിരിച്ചു പിടിക്കാനുള്ള ഡാനിയലിൻ്റെ അടുത്ത പരീക്ഷണവും പരാജയപ്പെട്ടപ്പോഴാകണം ഡെൻ്റൽ ക്ലിനിക് എന്ന പുതിയ മേഖലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞത്. JC ഡാനിയൽ ഡെൻ്റൽ ഡിഗ്രി എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ കൊത്തിവച്ചിരിക്കുന്നത് ഡോക്ടർ JC ഡാനിയൽ LDSC എന്നാണ്. ലൈസൻസ് ഓഫ് ഡെൻ്റൽ സർജറി, റോയൽ കോളേജ് ഓഫ് സർജൻസ് LDS ഇംഗ്ലണ്ട്. കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് വേണ്ടി ഇംഗ്ലണ്ടിലെ റോയൽ കോളേജ് ഓഫ് ഡെൻറ്റിസ്ട്രി നൽകുന്ന ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കേഷനാണിത്. പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിയിൽ ദന്ത ചികിത്സ നടത്താൻ അക്കാലത്ത് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രയോജനമുണ്ട്. ഇന്ത്യയിലെ ഏത് സെൻറ്ററിൽ നിന്നാണ് ഡാനിയൽ ഈ പരീക്ഷ എഴുതിയത് എന്ന് ആർക്കും അറിയില്ല. ഡെൻ്റൽ ഡിഗ്രി കിട്ടിയ ശേഷം 1936 ഡാനിയൽ ആദ്യം പോയത് മധുരയ്ക്കാണ്. ആദ്യത്തെ ക്ലിനിക്ക് അവിടെയായിരുന്നു. അതൊരു വിജയമായിരുന്നു. ഡാനിയൽ കാർ വാങ്ങി, ജാനറ്റിനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. ഒരുപക്ഷെ അക്കാലത്ത് മധുരയിലെ റോഡിലൂടെ കാർ ഓടിച്ച ആദ്യത്തെ വനിത ജാനറ്റ് ആയിരിക്കണം. പക്ഷേ അവിടെ വച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ തകർച്ച ആരംഭിച്ചതായി മകൻ ഹാരിസ് ഓർമ്മിക്കുന്നു. ഡാനിയൽ ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു എന്നത് പലർക്കും അറിയില്ല. അക്കാലത്ത് പോലീസ് അന്വേഷിച്ച് നടന്നിരുന്ന പല കോൺഗ്രസ് പ്രവർത്തകരും ഡാനിയലിൻ്റെ ക്ലിനിക്കിൽ അഭയം തേടിയിട്ടുണ്ട്. അവർ അവിടെ ഒളിച്ചിരുന്നിട്ടുണ്ട്. 7 വർഷക്കാലം മധുരയിലുണ്ടായിരുന്ന ഡാനിയൽ 1943 അവിടെ നിന്നും പുതുക്കോട്ടയിലേക്കാണ് പോയത്. അവിടെ സർക്കാർ സർവീസിൽ ജോലി ചെയ്തിരുന്നു എന്ന് മകൻ പറയുന്നു. പുതുക്കോട്ടയിൽ വെച്ചാണ് ഡാനിയൽ അന്നത്തെ തമിഴ് സൂപ്പർ സ്റ്റാറായ PU ചിന്നപ്പയെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പല്ല് ശരിയാക്കാനായിട്ടാണ് ആദ്യം എത്തുന്നത്. അങ്ങനെ അവർ സുഹൃത്തുക്കളായി. അപ്പോഴാണ് വീണ്ടും സിനിമ എടുക്കുന്നതിനുള്ള ഐഡിയ അങ്ങ് സോനിയുദ്ദീനപ്പാർക്ക്. അതാണ് കഷ്ടകാലം തുടങ്ങിയത്. അതുവരെ കാറിലൊക്കെ പോയിക്കൊണ്ടിരുന്ന, സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഞാൻ പിന്നെ നടക്കാൻ തുടങ്ങി. എന്തിന് മലയാളം, തമിഴിൽ നോക്കാം. ചിന്നപ്പ നൽകിയ ഉറപ്പിലാണ് ഡാനിയൽ മദ്രാസിയിലേക്ക് പോകുന്നത്. ആ ബന്ധം AVM സ്റ്റുഡിയോ ഉടമയായ AV മെയ്യപ്പ ചെട്ടിയാരിലേക്കെത്തി. ഇതിനിടെ ചിന്നപ്പയെ ഡാനിയൽ കളരിപ്പയറ്റ് പഠിപ്പിച്ചു. ഒരു സുപ്രഭാതത്തിൽ കുടുംബത്തെ അഗസ്തീശ്വരത്തേക്ക് മാറ്റി. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ഡാനിയൽ എങ്ങോട്ടോ മുങ്ങി. സിനിമയുമായി ബന്ധപ്പെട്ട് മദ്രാശി യാത്രയായിരുന്നു എന്ന് മക്കൾക്ക് സംശയമുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ എത്തിയ ഡാനിയൽ കുടുംബവുമായി മദ്രാശിയിലേക്ക് പോയി. പക്ഷേ ഈ സമയത്തൊന്നും ഡാനിയലിൻ്റെ മക്കൾ ചിന്നപ്പയെ കണ്ടിട്ടില്ല.
ഡാനിയേൽ പിന്നീട് ഒരിക്കലും ചിന്നപ്പയുടെ കാര്യം വീട്ടിൽ സംസാരിച്ചിട്ടുമില്ല. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല ഡെൻ്റൽ പ്രാക്ടീസ് ഡാനിയേലിനുണ്ടായിരുന്നു. നല്ല വരുമാനവും ഉണ്ടായിരുന്നു. 1950 ഡിസംബർ 12 മൂത്ത മകൾ സുലോചനയും ജസ്റ്റിൻ ജ്ഞാനശിഖാമണിയും തമ്മിലുള്ള വിവാഹം നടന്നു. രണ്ടാമത്തെ മകൾ വിജയ ഫ്രെഡറിക് റെജിനാൾഡ് ഡേവിഡിനെ വിവാഹം കഴിച്ചത് 51 മെയ് 23. 53 ഡിസംബർ 30 ഇളയ മകൾ ലളിതയും ഹെൻറി ജോണും വിവാഹിതരായി. നാലാമതായിരുന്നു സുന്ദരം ഡാനിയേലിൻ്റെ വിവാഹം 54 ഡിസംബർ 27. 63-65 കാലഘട്ടത്തിൽ ഡാനിയേൽ തിരുവനന്തപുരം കുറവൻകോണത്ത് താമസിച്ചു. ഈ സമയത്തായിരുന്നു ഇളയ മകൻ ഹാരിസ് ഡാനിയേലും സുശീല റാണി റോസും തമ്മിലുള്ള വിവാഹം 63 ഡിസംബർ 23. 39 വർഷങ്ങൾക്ക് മുമ്പ് JC ഡാനിയേലും ജാനറ്റും വിവാഹിതരായ തിരുവനന്തപുരം പാളയം LMS പള്ളിയിൽ വെച്ച്. 65 ഡാനിയേലും ഭാര്യയും അഗസ്തീശ്വരത്തെ കുടുംബ വീട്ടിലേക്ക് താമസം മാറി. പിന്നെ മരണം വരെ അദ്ദേഹവും ഭാര്യയും എങ്ങും പോയിട്ടില്ല. ഡാനിയേൽ അഗസ്തീശ്വരത്ത് താമസിക്കാൻ വരുന്ന സമയത്ത് പുതുവീട്ടിൽ സാം ഡാനിയേൽ, അയ്യാത്തുറ ഡാനിയേൽ, ചെല്ലത്തുറ ഡാനിയേൽ എന്നിവർ കുടുംബസമേതം താമസിക്കുന്നുണ്ടായിരുന്നു. JC ഡാനിയേലിൻ്റെ മരണസമയത്ത് ഈ കുടുംബാംഗങ്ങളെല്ലാം ഇതേ വീട്ടിലുണ്ടായിരുന്നു. പുതുവീട്ടിലെ ക്ലിനിക്ക് കൂടാതെ ഡാനിയേൽ നെയ്യാറ്റിൻകരയിലും മയിലാടിക്കടുത്തുള്ള ജെയിംസ് ടൗണിലും ഡെൻ്റൽ ക്ലിനിക്കുകൾ നടത്തിയിരുന്നു. ഖദർ വേഷമാണ് ഡാനിയേൽ കൂടുതലും ഇഷ്ടപ്പെട്ടിരുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും മദ്യപിച്ചിരുന്നില്ല, പക്ഷേ പുകവലിക്കുമായിരുന്നു. തിരുവനന്തപുരം കുറവൻകോണത്ത് താമസിക്കുന്ന സമയം ഡാനിയേൽ ധാരാളം എഴുതുന്നത് മകൻ ഹാരിസ് ഡാനിയേൽ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഹാരിസ് അച്ഛനറിയാതെ ആ പേപ്പറുകൾ മറിച്ചു നോക്കി. അതൊരു കഥയായിരുന്നു. ഒരുപക്ഷെ പുതിയൊരു സിനിമയെന്ന ആശയം ഡാനിയേലിൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. മകൻ അതിനെക്കുറിച്ച് ഡാനിയേലിനോട് ഒന്നും ചോദിച്ചില്ല. കുടുംബസ്വത്ത് മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി നശിപ്പിച്ചു എന്നൊരു ചീത്തപ്പേര് നിലനിൽക്കുകയാണ് ഡാനിയേൽ ഡെൻ്റൽ ഡോക്ടറായത്. മക്കളുടെയെല്ലാം വിവാഹത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും സിനിമ പൂർണ്ണമായും മാഞ്ഞു പോയിട്ടില്ല എന്ന് ഹാരിസ് മനസ്സിലാക്കി. ആ ഇടയ്ക്കാണ് ഡാനിയേലിൻ്റെ വലത് കൈക്ക് സ്വാധീനക്കുറവുണ്ടായത്. അവസാനം തളർവാദം വന്ന് ഒരു 1-2 കൊല്ലം കിടപ്പിൽ കിടന്ന് വായൊക്കെ ഒരുമാതിരി മുഖമൊക്കെ കോണിപ്പോയി, കൈയൊക്കെ എടുക്കാൻ വയ്യ, അങ്ങനെ ആയിരുന്നു. കുടുംബ വീടായ പുതുവീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചതും ഈ കാരണത്താലാവാം. അവസാനത്തെ 2 വർഷം ഡാനിയേലിൻ്റെ ആരോഗ്യനില വഷളായി. പക്ഷാഘാതമായിരുന്നു കാരണം. 1975 எல்லாம் அந்த டைமில் அவங்க வந்து ரொம்ப சிக்காகி 1 இயர் பெட்டில் இருந்தாங்க. அப்போ அவங்களுக்கு நடக்க முடியாது. அந்த பெட்டில் இருக்கும்போது அதை அப்பவும் எப்போவுமே அவங்களுக்கு மனசுக்குள்ள அந்த எண்ணங்கள் வந்து ஏதாவது பேசினாலும் ஃபில்ம் இண்டஸ்ட்ரி அதை பற்றி தான் பேசுவாங்க. அது எனக்கு இன்னும் நல்ல ஞாபகம் இருக்குது. മരിക്കുന്നത് വരെ ഈ സിനിമയുടെ ആ പ്രാന്ത് മാറിയിട്ടില്ല. അക്കാലത്ത് തമിഴിലെ റാണി വാരികയിൽ ഡാനിയേലിനെ കുറിച്ചൊരു ലേഖനം വന്നിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് വന്ന ആദ്യ ലേഖനം അതാണ് എന്ന് ചെറുമകൾ ജാനറ്റ് പൂർണ്ണചന്ദ്രിക പറയുന്നു. ആ ലേഖനത്തെ മുൻനിർത്തി 75 ഡൽഹി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന ജോസഫ് സോളമൻ ഡാനിയേലിൻ്റെ മകൻ രാജനായകം ഡാനിയേൽ ഇന്ദിരാഗാന്ധിക്ക് ഒരു കത്തയച്ചു. അങ്ങനെയാണ് പ്രധാനമന്ത്രിയിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റും 1000 രൂപയും JC ഡാനിയേലിന് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് 1 മാസം മുമ്പാണ് ഈ കത്ത് ലഭിച്ചത്. മലയാളത്തിലെ ആദ്യ ചലച്ചിത്ര നിർമ്മാതാവിന് ആകെ കിട്ടിയ അംഗീകാരം. പുതുവീട്ടിൽ ആ കത്തും പണവും എത്തുമ്പോൾ ഡാനിയേലിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു. കത്ത് വായിച്ചു കേട്ട ഡാനിയേലിൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണീർ അടർന്നു വീണത് ചന്ദ്രിക ഇന്നും ഓർമ്മിക്കുന്നു. லாஸ்ட் ஸ்டேஜ் பெட்டில் இருக்கும்போது தான் கடைசியில் மிஸ்ஸஸ் அந்த டைமில் இருந்த பிரைம் மினிஸ்டர் மிஸ்ஸஸ் இந்திரா காந்திகிட்ட தான் அவங்களுக்கு ஒரு அவார்டு கிடச்சிது. அந்த அவார்டு வந்ததை பற்றி பாட்டி அவர்கிட்ட சொன்னபோது கூட அவரால் அந்த டைமில் ரெகக்னைஸ் பண்ண முடியல. அவர் அதை வந்து சொன்னபோது கண்ணிலேருந்து லேசாக ஒரு டியர் ட்ராப் മാത്രമേ வந்ததே தவிர்த்து அவரால் அப்போ பேசவோ ஒன்றுமே முடியல. 1975 ഏപ്രിൽ 27 JC ഡാനിയേൽ അന്ത്യശ്വാസം വലിച്ചത്. മക്കളുടെ അസാന്നിധ്യത്തിൽ JC ഡാനിയേലിൻ്റെ സഹോദരൻ ജോസഫ് ജ്ഞാനാഭരണം ഡാനിയേലിൻ്റെ മകൻ ഡോക്ടർ ജയശേഖരൻ്റെ മേൽനോട്ടത്തിൽ ഭൗതിക ശരീരം കുടുംബസ്ഥലത്ത് അടക്കം ചെയ്തു. ഈ കർമ്മങ്ങളിലുടനീളം ഡോക്ടർ ജയശേഖരനോടൊപ്പം നിന്നത് ആനി പത്മാവതിയുടെ ഏക മകനും ജോസഫ് സോളമൻ ഡാനിയേലിൻ്റെ ചെറുമകനുമായ ശ്രീ കുമാർ സോളമനാണ്. ജോസഫ് സാം ഡാനിയേലിൻ്റെ മകൻ സാമുവേൽ ജോസഫ് ഡാനിയേലാണ് കുമാർ സോളമനോടൊപ്പം ചേർന്ന്
JC ഡാനിയലിൻ്റെ കല്ലറ പണിയാൻ മുൻകൈയെടുത്തത്. ഡാനിയലിൻ്റെ മരണം നടന്ന് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് പുതുവീട് ഭാഗം വെച്ചു. ജ്ഞാനാഭരണം ജോസഫ് ഡാനിയൽ പണിത ആ കൂറ്റൻ മാളിക 75 വർഷത്തിന് ശേഷം പൊളിച്ചു കളഞ്ഞു. തനിക്ക് കിട്ടിയ ഓഹരിയിൽ ഒരു ചെറിയ വീട് പണിത് ജാനറ്റ് അവിടേക്ക് താമസം മാറി. തൻ്റെ പ്രിയതമൻ ഉറങ്ങുന്നത് അവിടെ ആയതിനാൽ അഗസ്തീശ്വരം വിട്ട് ജാനറ്റ് എങ്ങും പോയിട്ടില്ല. ഏകദേശം 8 വർഷത്തോളം മൂത്ത മകൾ സുലോചന ജാനറ്റിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ വീട്ടിൽ വെച്ചാണ് 1985 ഞാൻ ജാനറ്റിനെ ആദ്യമായി കാണുന്നത്. ഒരുപാട് തവണ അവിടെ പോയി ഡാനിയലിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തും ബാങ്ക് ഉദ്യോഗസ്ഥനുമായിരുന്ന ശ്രീ DS ഗോപാലകൃഷ്ണൻ്റെ ബുള്ളറ്റിലാണ് സ്ഥിരമായി ഞങ്ങൾ അഗസ്തീശ്വരത്ത് പോയിരുന്നത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ മകൾ സുലോചന അവരോടൊപ്പം ഉണ്ടായിരുന്നു. 41 വർഷത്തിന് ശേഷം അന്നെടുത്ത ജാനറ്റിൻ്റെ ഫോട്ടോ ഇതുപോലെ ഈ പരമ്പരയിൽ ഉപയോഗിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ജാനറ്റ് 93 ഇളയ മകൾ ലളിതയുടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വന്നു. അവിടെ വെച്ച് അവർ ഒന്ന് വീണു. ഇടത് കൈക്ക് ഒടിവ് പറ്റി. ഇത് മരണകാരണമല്ലെങ്കിലും 88 വയസ്സായ ജാനറ്റിൻ്റെ ആരോഗ്യനില വഷളായി. 3 മാസത്തിന് ശേഷം 93 സെപ്റ്റംബർ 11 ജാനറ്റ് അന്തരിച്ചു. തിരുവനന്തപുരത്ത് വെച്ച് മരണപ്പെട്ടതിനാൽ ഡാനിയലിൻ്റെ കല്ലറയ്ക്കരികിലെ അന്ത്യവിശ്രമം ജാനറ്റിന് അസാധ്യമായി. പകരം ഡാനിയലിൻ്റെ മണവാട്ടിയാകാൻ സാക്ഷ്യം നിന്ന MM ചർച്ചിലെ സെമിത്തേരിയിൽ മുത്തച്ഛൻ വത്സലം ശാസ്ത്രികളുടെ സമീപത്ത് ജാനറ്റിന് കല്ലറയൊരുക്കി. ഡാനിയലിനെ പോലെ ആൺമക്കളുടെ 2 പേരുടെയും അന്ത്യചുംബനം വാങ്ങാതെ ജാനറ്റും ഉറങ്ങി. ജാനറ്റിൻ്റെയും താത്തയുടെയും അന്ത്യവിശ്രമത്തിൻ്റെ നടുവിൽ മറ്റൊരു മഹാനടനും ഉറങ്ങുന്നുണ്ട്. മലയാളത്തിൻ്റെ അനശ്വര നടൻ സത്യൻ. 2002 ഒക്ടോബർ 2 സുന്ദരം ഡാനിയലും 2014 മാർച്ച് 24 ഭാര്യ ഒലീവും അന്തരിച്ചു. സുലോചന 2002 ഡിസംബർ 12 വിജയ 2004 ഓഗസ്റ്റ് 24 ലളിത 2020 ഡിസംബർ 10 അന്തരിച്ചു. ഇളയ മകൻ ഹാരിസ് ഡാനിയൽ തിരുവനന്തപുരത്ത് ഭാര്യയോടൊപ്പം ഇപ്പോൾ താമസിക്കുന്നു. ഇതാണ് മലയാള സിനിമയുടെ പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും 9 തലമുറകളുടെയും കഥ. ആദ്യ നോട്ടത്തിൽ മനം കവർന്ന സുമുഖനായ ചെറുപ്പക്കാരനെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ച സമയം മുതൽ 5 വർഷം പ്രേമിച്ചതിന് ശേഷം സ്വന്തമാക്കിയപ്പോൾ തൻ്റെ ഭർത്താവ് ഒരു നാടിൻ്റെ സാംസ്കാരിക നായകനായി മാറുമെന്നോ ആ നേട്ടം മരണാനന്തര ബഹുമതിയായി മാത്രം ലോകമറിയുമെന്നോ കരുതി കാണില്ല. കയ്യിൽ കിട്ടിയ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും ആരോരും അറിയാതെ, അംഗീകാരങ്ങളില്ലാതെ, ആരോടും പരിഭവമില്ലാതെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് യാത്രയായ ഹതഭാഗ്യർ JC ഡാനിയലും ജാനറ്റ് റേച്ചലും. ഇതിലെ വന്നവർ എന്ന പരമ്പരയുടെ 11ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.